പ്രിയ ഉദ്യോഗാർത്ഥികളെ, മറ്റൊരു ബാങ്ക് പരീക്ഷ വിശേഷവുമായാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സീസണിലെ ആദ്യത്തെ പരീക്ഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രമുഖ പൊതുമേഖലാ ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡിൽ 500 വേക്കൻസികൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഇത് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിൻ്റെ അപേക്ഷകളാണ്. അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ്, അസിസ്റ്റന്റ് മാനേജർ IT, ഈ രണ്ട് പൊസിഷൻസിലേക്കാണ് 250-250 500 വേക്കൻസികൾക്ക് വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്നത് ഒരാൾക്ക് പ്രൊബേഷൻ ഓഫീസറായിട്ട് സെലക്ഷൻ ആയി കഴിഞ്ഞാൽ 2 കൊല്ലം പ്രൊബേഷൻ കഴിയുമ്പോഴാണ് അവരെ അസിസ്റ്റന്റ് മാനേജറായിട്ട് കൺഫേം ചെയ്യുന്നത്. പക്ഷേ ഈ പൊസിഷൻ, ഈ 2 പോസ്റ്റും ഡയറക്റ്റ് അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 20/5/2025. അപ്പോൾ 2025 മെയ് മാസം 20-ാം തീയതി ഉള്ളിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. എല്ലാ എലിജിബിൾ കാൻഡിഡേറ്റ്സും എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. ഡേറ്റ കൺജഷൻ ഉണ്ടാകും. ഏജ് 22-30, മിനിമം 22 വയസ്സ്, മാക്സിമം 30 വയസ്സ്. ഇതാണ് ഏജ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുവദിച്ചിട്ടുള്ള എല്ലാ ഏജ് റിലാക്സേഷൻസും നിങ്ങൾക്ക് ലഭ്യമാകും. OBCക്ക് 3 വയസ്സും ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് 5 വയസ്സും ഒക്കെ ലഭ്യമാണ്. അത് നിങ്ങൾ വെബ്സൈറ്റിൽ വിശദമായി ചെക്ക് ചെയ്യുക. ഇനി ഏജിൻ്റെ 1-4 ഏപ്രിൽ മാസം 1-ാം തീയതി 22 വയസ്സ് തികഞ്ഞിരിക്കണം. 2025 ഏപ്രിൽ മാസം 1-ാം തീയതി 30 വയസ്സ് തികയുകയും ചെയ്യരുത്. ഇതാണ് ഏജിൻ്റെ വയസ്സുള്ള കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി എലിജിബിലിറ്റി, എഡ്യൂക്കേഷൻ. അസിസ്റ്റന്റ് മാനേജർ ക്രെഡിറ്റ്, graduation in any discipline plus CA, CMA, ICWA, Company Secretary CS or full-time MBA. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഗ്രാജുവേഷൻ പ്ലസ് CA, ഗ്രാജുവേഷൻ പ്ലസ് കമ്പനി സെക്രട്ടറിഷിപ്പ്, ഗ്രാജുവേഷൻ പ്ലസ് CMA ഓർ ഗ്രാജുവേഷൻ പ്ലസ് ICWA. അതല്ല എങ്കിൽ നിങ്ങൾ MBA കാരനായാൽ മതി. അപ്പോൾ MBA 60% മാർക്ക് വേണം. MBA, PGDP എല്ലാം പറ്റും. 2 years MBA ആയിരിക്കണം. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടുള്ളത് MBA കാരാണ്. അപ്പോൾ MBA കാർക്കെല്ലാം എഴുതാം എന്നങ്ങ് കരുതുക. അസിസ്റ്റന്റ് മാനേജർ ITക്കാണെങ്കിൽ നിങ്ങൾ BE BTech, MSc IT, MCA, MS IT ഇങ്ങനെയുള്ളവർക്കാണ്. അപ്പോൾ ബ്രീഫ്ലി BTech in computer science, BE in computer science, IT electronics, electronics and computer science, electronics and telecommunications, data science, machine learning, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ IT ഓഫീസേഴ്സ്. അത് നിങ്ങൾ 20/5/2025, അതായത് അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതിയായ മെയ് മാസം 20-ാം തീയതി 2025 മെയ് മാസം 20-ാം തീയതി നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം. ഇനി ഇതൊക്കെ ആണെങ്കിൽ തന്നെ പരീക്ഷ എന്താണ്? സാധാരണ ബാങ്ക് ടെസ്റ്റിൻ്റെ അതേ സിലബസ് തന്നെ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് ഓഫ് കോഴ്സ് പ്രൊഫഷണൽ നോളജ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ചോദ്യം 25 മാർക്ക്, റീസണിങ് 25 ചോദ്യം 25 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ചോദ്യം 25 മാർക്ക്. അപ്പോൾ ഇത് മൂന്നൂടെ 75 ചോദ്യം 75 മാർക്ക്. പിന്നീട് പ്രൊഫഷണൽ നോളജ് റെലവൻറ്റ് ടു ദ പോസ്റ്റ്. IT ഓഫീസർ ആണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ്, ക്രെഡിറ്റ് ഓഫീസർ ആണെങ്കിൽ അതിൻ്റെ പോർഷൻസ്. അത് 75 ചോദ്യം 150 മാർക്ക്. അങ്ങനെ ടോട്ടൽ 150 ചോദ്യം 225 മാർക്കിന് 150 മിനിറ്റ് അഥവാ 2.5 മണിക്കൂറാണ് പരീക്ഷ. എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ അയക്കുക. എക്സാമിനേഷൻ തീയതിയൊക്കെ അവർ പിറകെ അറിയിക്കും. ഇപ്പോൾ ആപ്ലിക്കേഷൻ അയക്കുക, നന്നായി പഠിക്കുക. ഇത് സീസണിലെ ആദ്യ പരീക്ഷയാണ്. നമുക്കറിയാം ബാങ്ക് പരീക്ഷയുടെ സീസൺ തുടങ്ങുന്നത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മുതലാണ് നോട്ടിഫിക്കേഷൻ വരികയും പിന്നെ പ്രിലിംസും മെയിൻസും ഒക്കെ വരുന്നത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നവർക്കാണ് വിജയമുണ്ടാകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ആസ് സൂൺ ആസ് പോസിബിൾ ഇഫ് യു ആർ സീരിയസ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയം ഉറപ്പിക്കാം. ഈ കഴിഞ്ഞ സീസണിലെ ചില വേക്കൻസികളുടെയൊക്കെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് 2025 ഒരുപക്ഷെ വേക്കൻസികളുടെ കാര്യത്തിൽ നല്ലൊരു സീസൺ ആയിരിക്കാം. അതുകൊണ്ട് നല്ലതുപോലെ പഠിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ ബഹുമാനം അർഹിക്കുന്ന നല്ലൊരു തൊഴിൽ ലഭിക്കുവാനുള്ള ഒരു അവസരമാണ്. ഏവർക്കും നല്ലത് വരട്ടെ. നന്നായി പഠിക്കുക. മേ ഗോഡ് ബ്ലെസ്.